പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരാണ് മക്കളെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുജി തൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് 12 വയസ്സുള്ള തൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് 1928 എഴുതിയ കുറേ കത്തുകളുണ്ട്. ആ കത്തുകളുടെ സമാഹാരത്തിൻ്റെ പേര് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നാണ്. അപ്പോൾ ആ കത്തുകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കത്താണ് ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന പേരിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ഈസ് എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു to his 12-year-old daughter Indira in the summer of 1928. At that time, Nehru was in Allahabad and Indira was in Mussoorie. Nehru used to write letters from time to time to Indira. The book of nature is one of those letters. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അലഹാബാദിലും ഇന്ദിര എവിടെയായിരുന്നു, മകൾ എവിടെയായിരുന്നു, മുസൂറിയിലുമായിരുന്നു. അപ്പോൾ നെഹ്റുജിക്ക് എപ്പോഴും ഇന്ദിരയായിട്ടുള്ള കണക്ഷൻ കത്തുകൾ വഴിയാണ്. എപ്പോഴും തൻ്റെ മകൾക്ക് ഇങ്ങനെ കത്തുകൾ അയക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു കത്താണ് ദ ബുക്ക് ഓഫ് നേച്ചർ. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കൂ കൂട്ടുകാരെ. The book of nature. When you and I are together, you often ask me questions about many things and I try to answer them. Now that you are at Mussoorie and I am in Allahabad, we cannot have these talks. I am therefore going to write to you from time to time short accounts of the story of your earth. കൂട്ടുകാരെ, ഇവിടെ പറയുകയാണ്, മോളും ഞാനും ഒരുമിച്ചുണ്ടാകുമ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ മോൾ എന്നോട് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ അതിനൊക്കെ മറുപടി പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ മോള് മുസൂറിയിലും ഞാൻ എവിടെയാണ്, ഞാൻ അലഹാബാദിലാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കത്തുകൾ എഴുതാം. ആ കത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ കഥകളെക്കുറിച്ച്, കഥകളിലെ കുറച്ച് കാര്യങ്ങൾ, കഥകളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛൻ കത്തുകളിലൂടെ പറഞ്ഞു തരാമെന്നാണ് ഇവിടെ നെഹ്റുജി ഇന്ദിരാഗാന്ധിയോട് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ കൂട്ടുകാരെ. I am afraid I can only tell you very little in these letters of mine, but that little, I hope, will interest you and make you think of the world as a whole and of other peoples in it as our brothers and sisters. ഇവിടെ അദ്ദേഹം പറയുകയാണ്, കത്തുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, ബുദ്ധിമുട്ടാണ്, അതെനിക്കറിയാം. പക്ഷേ ഇത്തിരി ഉള്ളൂ എങ്കിലും അത് മോൾക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ മോൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ മറ്റു ജനങ്ങൾ, നമ്മുടെ സഹോദരന്മാർ, അവരെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം ഇത് നിന്നിൽ ജനിപ്പിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ when you grow up you will read about the story of the earth and her peoples in fat books. മോൾ വലുതായി വരുന്തോറും വലിയ തടിച്ച പുസ്തകങ്ങളിലൂടെ ഈ ഭൂമിയെക്കുറിച്ചും അതിലെ ജനതകളെക്കുറിച്ചും വായിച്ചറിയും. You will find it more interesting than any other story or novel that you may have read. അപ്പോൾ നമ്മളിതിനു മുമ്പ് വായിച്ച കഥകളിലെയും നോവൽസിലെയൊക്കെ കാര്യങ്ങളെക്കാൾ സംഭവബഹുലമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ് യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന് നീ അത് മനസ്സിലാക്കും. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ കൂട്ടുകാരെ. യു റെഡ് ഹിസ്റ്ററി ഇൻ ബുക്സ്. നമ്മൾ പുസ്തകങ്ങളിൽ നിന്നാണ് ചരിത്രം വായിച്ചറിയുന്നത്. ബട്ട് ഇൻ ഓൾഡ് ടൈംസ് വെൻ മെൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഷുവർലി നോ ബുക്സ് കുഡ് ഹാവ് ബീൻ റിട്ടൺ. പക്ഷേ പണ്ട് മനുഷ്യൻ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ സാധാരണഗതിയിൽ എഴുതിയിട്ടുണ്ടാവില്ലല്ലോ. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുക? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. വെറുതെ ഇരുന്ന് നമുക്കെല്ലാം ഭാവനയിൽ കാണാൻ പറ്റുമോ? ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്, ഫോർ വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ടഡ് ടു
wanted to, and would thus make up the most beautiful fairy tales. എന്തായാലും നല്ല രസകരമായിരിക്കും ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇമാജിൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഥകൾ ഇങ്ങനെ മെനയുന്നത്, നാടോടി കഥകൾ മെനയുന്നത്. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്സ് ദാറ്റ് വി ഹാഡ് സീൻ. പക്ഷേ ഇതൊന്നും വസ്തുതാപരമല്ല, ഒന്നിനും കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല നമുക്കതൊക്കെ പറയാൻ കഴിയുക. ബട്ട് ഓൾദോ വി ഹാവ് നോ ബുക്സ് റിട്ടൺ ഇൻ ദോസ് ഫാർ ഓഫ് ഡേയ്സ്, fortunately we have some things which tell us a great deal as well, almost as a book would. പക്ഷേ നമുക്ക് ആ സമയത്ത് പുസ്തകങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ട് കാലത്തെക്കുറിച്ച് നമ്മൾ ആരോട് ചോദിച്ച് മനസ്സിലാക്കും? എങ്ങനെയാണ് നമ്മളതറിയുക? പുസ്തകങ്ങളെ പോലെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഭാഗ്യത്തിനുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നെഹ്റുജി പറയുന്നത്. we have rocks and mountains and seas and stars and rivers and deserts and fossils of all animals. എന്തൊക്കെയുണ്ടെന്നാ പറയണേ? റോക്സ് ഉണ്ട്, പാറക്കെട്ടുകളുണ്ട്. മൗണ്ടെയിൻസ് ഉണ്ട്, പർവ്വതങ്ങളുണ്ട്. സീസ്, കടൽ സമുദ്രങ്ങളുണ്ട്. സ്റ്റാർസ്, നക്ഷത്രങ്ങളുണ്ട്. റിവേഴ്സ്, പുഴകളുണ്ട്. ഡെസേർട്സ്, മരുഭൂമികളുണ്ട്. ഫോസിൽസും ഉണ്ട്, ഫോസിൽസ് ഓഫ് ഓൾഡ് അനിമൽസ്, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഫോസിൽസും ഉണ്ട്. ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ അവർ ബുക്സ് ഫോർ ദി എർത്ത്സ് ഏർലി സ്റ്റോറി. ഭൂമിയുടെ പണ്ട് കാലത്തെ കഥകൾ അറിയാനായിട്ട് ഉള്ള പുസ്തകങ്ങളാണ് ഇവയൊക്കെ. ആൻഡ് ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ഈസ് നോട്ട് മിയർലി ടു റീഡ് അബൌട്ട് ഇറ്റ് ഇൻ അതർ പീപ്പിൾസ് ബുക്സ് ബട്ട് ടു ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ്സെൽഫ്. അപ്പോൾ യഥാർത്ഥ വഴി എന്താണ്? ഭൂമിയുടെ കഥയറിയാനുള്ള യഥാർത്ഥ വഴി പണ്ട് കാലത്തെ ആളുകൾ എഴുതി വച്ചിരുന്ന പുസ്തകങ്ങളൊന്നല്ല, നേരെ പ്രകൃതി എന്ന പുസ്തകത്തിലേക്ക് ഇറങ്ങുക എന്നാണ് നെഹ്റുജി ഇവിടെ ഇന്ദിരാജിയോട് പറയുന്നത്. ഇനി നോക്കൂ കൂട്ടുകാരെ, യു വിൽ, ഐ ഹോപ്പ്, സൂൺ ബിഗിൻ ടു ലേൺ ഹൗ ടു റീഡ് ദ സ്റ്റോറി ഫ്രം ദ റോക്സ് ആൻഡ് മൗണ്ടെയിൻസ്. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. Every little stone that you see lying on the road or on the mountain side may be a little page in nature's book and may be able to tell you something if you only knew how to read it. ഇവിടെ പറയുന്നത്, മകളെ, നീ ഉടനെ തന്നെ പ്രകൃതിയാകുന്ന ഈ പുസ്തകം വായിക്കാനായിട്ട് പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രകൃതിയാകുന്ന പുസ്തകത്തിലെ കഥ പാറക്കെട്ടുകളും പർവ്വതങ്ങളുടെയും കഥയാണ്, പാറക്കെട്ടുകളുടെയും പർവ്വത നിരകളുടെയും കഥയാണ്. ആ കഥ നീ ഉടനെ തന്നെ വായിച്ചു തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ്, എത്ര രസകരമായിരിക്കും അത്, ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയാണ് നെഹ്റുജി. അതുപോലെ അദ്ദേഹം പറയുകയാണ്, ഈ പ്രകൃതിയിൽ കാണുന്ന ഓരോ മണൽത്തരിക്കും അല്ലെങ്കിൽ റോഡരികിലെ ഓരോ കുഞ്ഞിക്കല്ലിനും പർവ്വത നിരയിലെ പർവ്വതത്തിനോട് ചേർന്ന് കിടക്കുന്ന ഓരോ കല്ലിനും ഈ പ്രകൃതിയാകുന്ന പുസ്തകത്തിലെ ഓരോ താള് രചിക്കാനായിട്ട് കഴിയും. ഓരോ താളിൽ അവയുടെ കഥയാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അത് അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ, ഈ ചെറു മണൽത്തരിക്ക് പോലും, ഈ ചെറു കല്ലിന് പോലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്തായിരിക്കണം? നിനക്കത് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ടു ബി ഏബിൾ ടു റീഡ് എനി ലാംഗ്വേജ്, ഹിന്ദി ഓർ ഉറുദു ഓർ ഇംഗ്ലീഷ്, യു ഹാവ് ടു ലേൺ ഇറ്റ്സ് ആൽഫബറ്റ്. ഹിന്ദിയോ ഉറുദോ ഇംഗ്ലീഷോ പോലുള്ള ഭാഷകളൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ, വായിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആൽഫബറ്റ്, അക്ഷരമാല അറിഞ്ഞിരിക്കണമല്ലോ. So you must learn the alphabet of nature before you can read her story in her books of stone and rock. അപ്പോൾ അങ്ങനെ ഓരോ ഭാഷയും വായിക്കാൻ അറിയാൻ അതിൻ്റെ ആൽഫബറ്റ് പഠിക്കും പോലെ പ്രകൃതി എന്ന പുസ്തകം വായിക്കാൻ പ്രകൃതിയുടെ ആൽഫബറ്റും നീ അറിഞ്ഞിരിക്കണം. ഈവൻ നൗ പെർഹാപ്സ് യു നോ എ ലിറ്റിൽ ഹൗ ടു റീഡ് ദിസ്. ഇപ്പോൾ കുറച്ചൊക്കെ നിനക്ക് വായിക്കാൻ അറിയുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നാണ് അവിടെ ആ പാരഗ്രാഫിൽ പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ കൂട്ടുകാരെ. ഇഫ് യു സീ എ ലിറ്റിൽ റൗണ്ട് ഷൈനി പെബിൾ, ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്?
നിങ്ങളൊരു ചെറിയ നല്ല ഉരുണ്ട തിളങ്ങുന്ന ഒരു കല്ല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കല്ലിന് എന്തെങ്കിലുമൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട് എന്ന് തോന്നുന്നില്ലേ? ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി വിത്തൗട്ട് എനി കോർണേഴ്സ് ഓർ റഫ് എഡ്ജസ്? എങ്ങനെയാണ് ഇത് ഇത്ര ഉരുണ്ടതും നല്ല മിനുസമുള്ളതും തിളക്കമുള്ളതുമായത്? ഇതിൻ്റെ ചുറ്റും നല്ല മൂർച്ചയേറിയ കൂർത്ത മുനകളോ അല്ലെങ്കിൽ പരുക്കൻ വക്കുകളോ ഒന്നും ഇല്ലാണ്ട് ഇത് ഇത്രയും സ്മൂത്ത് ആൻഡ് ഷൈനി ആൻഡ് റൗണ്ട് ആയത് എങ്ങനെയാണ് എന്ന് ഇതിന് പറയാനില്ലേ? ഇഫ് യു break a big rock into small bits, each bit is rough and has corners and rough edges. നിങ്ങളൊരു പാറ പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുക. ആ കഷ്ണങ്ങൾ എങ്ങനെയായിരിക്കും ഇരിക്കുക കൂട്ടുകാരെ? നല്ല കൂർത്ത മുനകളുള്ള ചീളുകളായിരിക്കും അല്ലേ, കഷ്ണങ്ങളായിരിക്കും അല്ലേ. അത് നല്ല പരുക്കനായ വക്കുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അറ്റങ്ങളൊക്കെ നല്ല കൂർത്ത് മൂർച്ചയേറിയതായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. നല്ല മനോഹരമായ നല്ല തിളക്കമുള്ള നല്ല മാർദ്ദവമേറിയ സ്മൂത്തായിട്ടുള്ള നല്ല ഉരുളൻ വെള്ളാരങ്കല്ല് പോലെ ഇരിക്കുമോ ഒരു പാറ പൊട്ടിച്ച് കിട്ടുന്ന കഷ്ണങ്ങൾ? ഇല്ല. ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? അപ്പം എങ്ങനെയാണ് ഈ വെള്ളാരങ്കല്ലൊക്കെ ഇതേപോലെ അല്ലെങ്കിൽ ഇതേപോലത്തെ കല്ലുകൾ എങ്ങനെ ഉണ്ടാവണേ? നല്ല ഉരുണ്ട മാർദ്ദവമേറിയ പ്രതലമുള്ള നല്ല തിളക്കമുള്ള കല്ലുകൾ എങ്ങനെ ഉണ്ടാവണേ? ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. ഇവിടെ പറയാണ് അതതിൻ്റെ കഥ പറയും. ഓരോ കല്ലിനും പറയാനുണ്ട് കഥ. അതതിൻ്റെ കഥ പറയും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല കാണാൻ പറ്റിയ നല്ല കണ്ണുകളും കേൾക്കാൻ പറ്റിയ നല്ല ചെവികളും ഉണ്ടെങ്കിൽ കാതോർക്കൂ, കണ്ണു തുറന്ന് നോക്കൂ, നിങ്ങൾക്ക് ആ കഥ കിട്ടുമെന്നാണ് പറയണേ ഇവിടെ. ഇറ്റ് ടെൽസ് യു ദാറ്റ് വൺസ് അപ്പോൺ എ ടൈം, ഇറ്റ് മേ ബി ലോങ് എഗോ, ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് റോക്ക്, just like the bit you may break from a big rock or stone with plenty of edges and corners. അപ്പം നമ്മുടെ കല്ല് കഥ പറയുകയാണ് കേട്ടോ കൂട്ടുകാരെ. എന്താ പറയണേ? പണ്ട് ഒരുപാട് കാലം മുമ്പ് ഞാനും ഇതേപോലെ ഒരു പാറക്കഷ്ണമായിരുന്നു. മൊത്തം നല്ല മൂർത്ത മുനകളും അറ്റങ്ങളുമുള്ള ഒരു പാറക്കഷ്ണം തന്നെയായിരുന്നു. പ്രോബബ്ലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടെയിൻ സൈഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ സൈഡിൽ, ഒരു പർവ്വതത്തിനോട് ചേർന്ന് എവിടെയെങ്കിലും ഇത് കിടന്നിട്ടുണ്ടാവും. ദെൻ കെയിം ദ റെയിൻ. അപ്പോഴാണ് മഴ വന്നത്. ആൻഡ് washed it down to the little valley where it found a mountain stream which pushed it on and on till it reached a little river. അപ്പം മഴ വന്നിട്ട് മഴ എന്താണ് ഇതിനിങ്ങനെ അടിച്ചുകൊണ്ട് പോയി താഴ്വരയിൽ എത്തിച്ചു. താഴ്വരയിൽ വെച്ചാണ് ഞാൻ എന്ത് കാണുന്നത്? പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന അരുവി കാണുന്നത്. അവിടെ അതികൂടെ ഞാൻ ഒഴുകി ഉരുണ്ട് ഒഴുകി താഴെയുള്ള അങ്ങ് ദൂരെയുള്ള കൊച്ചു പുഴയിലെത്തി. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദ ബിഗ് റിവർ. കൊച്ചു പുഴയിൽ നിന്നും വലിയ ജലാശയത്തിലേക്ക് പുഴയിലേക്ക് ഞാൻ എത്തി. ആൻഡ് ഓൾ ദ വൈൽ ഇറ്റ് റോൾഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ റിവർ ആൻഡ് ഇറ്റ്സ് എഡ്ജസ് വർ വോൺ അവേ. ഈ വഴി മൊത്തം എന്താണ്, ഞാനിങ്ങനെ ഉരുണ്ട് അല്ലേ, പുഴയുടെ അടിയിൽക്കൂടെ ഉരുണ്ട് എൻ്റെ ചുറ്റുമുള്ള കൂർത്ത മുനകളൊക്കെ എന്താണ് ഉരുണ്ട് വരുന്നതിൻ്റെ ഇടയിൽ ഒരഞ്ഞൊരഞ്ഞ് പോയി. ദസ് ദ റഫ് സർഫേസ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി. അങ്ങനെ ഈ പരുക്കൻ വക്കുകളും പ്രതലം ഒക്കെ നല്ല സ്മൂത്തും അതുപോലെ തന്നെ നല്ല ഷൈനിയുമായി മാറി. നല്ല മൃദുലമായി അതുപോലെ തന്നെ തിളക്കമേറിയ പ്രതലമായി മാറി. സോ ഇറ്റ് ബിക്കെയിം എ പെബിൾ ദാറ്റ് യു സീ. അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള ഒരു ഉരുളൻകല്ലായി ഞാൻ മാറിയത്. somehow the river left it behind and you found it. അപ്പോൾ എങ്ങനെയൊക്കെയോ ഈ പുഴ എന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടു, അങ്ങനെ നിങ്ങൾ കണ്ടെത്തി എന്നെ. if the river had carried it on, it would have become smaller and smaller till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach where little children can play and make castles out of the sand. കൂട്ടുകാരെ ഇവിടെ പറയുന്നത്, പുഴ എന്നെയും വഹിച്ചു കൊണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ വീണ്ടും കുഞ്ഞിതായി ഉരുളുന്തോറും അതിൻ്റെ പ്രതലം എന്താണ് ഒരഞ്ഞൊരഞ്ഞ് പോകൂലേ. അപ്പോൾ ഇത് ചെറുതായി അവസാനം
ഞാനൊരു മണൽത്തരിയായി, ഗ്രെയിൻ ഓഫ് സാൻഡ്, മണൽത്തരിയായി മാറും. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ, എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് കടൽ തീരത്തെ ആ ബീച്ചിൽ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ എത്തും. ആ ബീച്ച് ഉണ്ടാക്കുന്നത് ഞാനാണല്ലേ. അങ്ങനെ മനോഹരമായ ബീച്ചിൽ കുട്ടികൾ എന്നെയും എടുത്ത് മനോഹരമായ കാസിൽ, കൊട്ടാരങ്ങൾ മണൽത്തരി കൊണ്ട്, മണൽ കൊണ്ട് പണിയും. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരങ്ങളെ മീറ്റ് ചെയ്തേനെ. If a little pebble can tell you so much, how much more could we learn from all the rocks and mountains and the many other things we see around us? കൂട്ടുകാരെ, ലാസ്റ്റത്തെ പാരഗ്രാഫാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ ഒരു കൊച്ചു വെള്ളാരം കല്ലിന്, ഒരു കൊച്ചു കല്ലിന് ഇത്രമാത്രം പറയാനുണ്ടെങ്കിൽ എത്രമാത്രം പർവ്വതത്തിനും അതുപോലെ തന്നെ പാറക്കെട്ടുകൾക്കും പാറക്കൂട്ടങ്ങൾക്കുമൊക്കെ, നമ്മുടെ ചുറ്റും കാണുന്ന പാറക്കെട്ടിനും പർവ്വതനിരയ്ക്കുമൊക്കെ എന്തുമാത്രം പറയാനുണ്ടാകും എന്നാണ് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നെഹ്റുജി ആ കത്ത് ചുരുക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രകൃതി എന്ന ആ മനോഹരമായ ആ മഹാപുസ്തകത്തിലേക്ക് ഇറങ്ങൂ. ആ പുസ്തകം വായിച്ചെടുക്കൂ, വായിച്ച് മനസ്സിലാക്കൂ. പ്രകൃതിയെ അറിയുക. ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രകൃതിയെ അറിഞ്ഞില്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ലൊരു വ്യക്തിയായി ഇന്ദിരാഗാന്ധിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ ആക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു വ്യക്തിത്വത്തിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിച്ചിട്ടുണ്ടാവുക അച്ഛൻ്റെ ഈ വാക്കുകൾ തന്നെയായിരിക്കാം. ഓരോ കത്തിലൂടെയും ഓരോ ഡിസ്കഷനിലൂടെയും ഇന്ദിരാഗാന്ധിയെ സ്വാധീനിച്ച വ്യക്തിത്വമാണ് സ്വന്തം അച്ഛനായ നെഹ്റുജി. ഇന്ദിരാഗാന്ധിയെ നിങ്ങൾക്കറിയാം കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ? നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി, കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് കാണാം.